എങ്ങനെയാണ് ഇപ്പോൾ 12 ദിവസത്തെ സംഘർഷഭരിതമായ ജീവിതം ഇസ്രായേലിൽ നിങ്ങൾ അത് കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഒരു വെടിനിർത്തലിൻ്റെ 24 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ സാഹചര്യം എന്തൊക്കെയാണ് ഇപ്പോൾ? ലിയോ, സാഹചര്യമെല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വെടിനിർത്തൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇന്നലെ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ജസ്റ്റ് ഒരു പോസ് ആണ്, അല്ലാണ്ട് കംപ്ലീറ്റ് ഒരു സീസ് ഫയർ അല്ല. ഈ തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച മീറ്റിംഗിന്റെ കാര്യങ്ങളും കൂടി അറിഞ്ഞതിന് ശേഷമാണ് ഇത് കംപ്ലീറ്റ്ലി ആണോ അല്ലയോ എന്നതിനെ കുറിച്ചും. പിന്നെ അറിയാം, നമുക്ക് ഹമാസിൽ നിന്ന് നമുക്ക് ബന്ദികളെ തിരിച്ചു കിട്ടാനുണ്ട്. ഇപ്പോഴും ആ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാമായ ഒരു ഉത്തരം കിട്ടിയാൽ മാത്രമേ നമുക്ക് പരിപൂർണമായൊരു യുദ്ധം ഇല്ലാതെയായി നമ്മള് സമാധാനത്തിലോട്ടും സന്തോഷത്തിലോട്ടും മാറി സാധാരണ ജീവിതത്തിലോട്ട് കടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇന്നലെ രാവിലെ മുതൽ ഞങ്ങൾ എല്ലാവരും നോർമൽ ലൈഫാണ്. എല്ലാവരും പതിവ് പോലെ തന്നെ ഔട്ടിങ്ങിന് പോയി തുടങ്ങി. ഗാദറിംഗ് ഉണ്ട്, നമുക്ക് ഷോപ്പിംഗ് മാൾസ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം നോർമൽ ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈ ഈവനിങ് ഇവിടെ വീണ്ടും ബന്ദികളെ വിട്ടു തരാൻ വേണ്ടിയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസ് നടന്നിട്ടുണ്ട്. എല്ലാം മാസ് യൂഷ്വൽ നടന്നു പോകുന്നു. അതെ, അപ്പോൾ ഈ ഏജൻസിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ ഇനി എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന വിദേശീയരായിട്ടുള്ള ആളുകൾക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, ഇന്നലെ മുതൽ നമുക്ക് എല്ലാവർക്കും IDF-ന്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ ഫ്രണ്ട് ഹോം കമാൻഡിന്റെ ഭാഗത്തു നിന്ന് എല്ലാ റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റിയ ആസ് യൂഷ്വൽ ആണ് എന്നുള്ള ഒരു ഇത് തന്നിട്ടുണ്ട്. എന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോറിനേഴ്സിന്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ഇൻസ്ട്രക്ഷനും നമുക്ക് തന്നിട്ടില്ല ഗവൺമെന്റ് ഭാഗത്തുനിന്ന്. നമ്മളെല്ലാവരും നോർമലായിട്ട് തന്നെ ജോലി വർക്കുകൾ ചെയ്യുന്നു. ഇസ്രായേലെല്ലാം തകർന്ന തരിപ്പണമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പിരിവിന് വേണ്ടി, കാശിന് വേണ്ടി യാചിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇവിടെ പ്രചരിക്കുന്നത്. എത്രത്തോളം വാസ്തവമുണ്ട് അതിൽ, സിനി? ഇന്ന് രാവിലെ ഞങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നപ്പം 40,000 വീടോളം ഇസ്രായേലിൽ തകർന്നിട്ട് ഒരു പ്രത്യേക കുറെ പോസ്റ്റുകളൊക്കെ ഞങ്ങൾ കണ്ടു. QR കോഡും ജിപേയും എല്ലാമായിട്ട് പൈസ അയച്ചു തരണം എന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു പോസ്റ്റ് ഞാനത് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാനത് ഫാമിലിയോട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചപ്പം അവരെല്ലാം പറയുക ചെയ്ത്, ഞങ്ങള് സാമ്പത്തികമായിട്ട് ഇപ്പോഴും നമ്മൾ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ഇതെല്ലാം ഫേക്ക് ന്യൂസ് ആണ്. ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസ് നമുക്ക് ഈ യുദ്ധത്തിന്റെ സമയത്ത് നമുക്ക് കിട്ടിയത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. കാരണം ഇന്നലെ ഞാനൊരു ഔട്ടിങ്ങിന് പോയപ്പോൾ ഒരു നേപ്പാളി ഒരു കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടു. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു ശ്രീലങ്കൻ കുട്ടിയായിട്ടും ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകൾ, അതായത് പേടിപ്പിക്കുന്ന ന്യൂസുകളും എല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ചാനലുകളിൽ നിന്നാണെന്നാണ് അവർ എടുത്തു പറഞ്ഞ ഒരു വാചകം. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസ് ഇറങ്ങിയിരിക്കുന്നതെന്ന്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ വാർത്തയുടെ സത്യാവസ്ഥ ഇസ്രായേലിൽ ജീവിക്കുന്ന ആൾ തന്നെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് വ്യക്തതയുണ്ടാകും. അതിനുവേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇതൊരു ശാശ്വതമായ വെടിനിർത്തലൊന്നും അല്ല. ഇനി ഏതാനും അല്ലെങ്കിൽ ഇനിയും തുടരാൻ ചാൻസ് ഉണ്ട് ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അങ്ങനെ തന്നെയാണ് എന്നാണ് ഇവിടുത്തെ സൂചനകൾ പറയുന്നത്. കാരണം ഇന്നലെ ആണെങ്കിലും ട്രംപ് പറഞ്ഞു മേ ബി സൂൺ റൗണ്ട് 2 എന്നൊക്കെ ആഹ്വാനം ട്രംപ് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒഫീഷ്യൽ അല്ലാത്ത ചാനലിൽ നിന്നും നമുക്ക് പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമ്മളിവിടെ പലരോടും ചോദിക്കുമ്പോൾ, അതായത് ഇസ്രയേലീസുകളോട് ചോദിക്കുമ്പോൾ, ഇത് ജസ്റ്റ് ഒരു പോസ് മാത്രമാണ്, ഇത് ഒരു എഗ്രിമെന്റിൽ ഒപ്പിടുകയോ അങ്ങനത്തെ ഒരു നിയമാവലികൾ ഉണ്ടാവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു പോസ് ആണ്. മേ ബി അവര് ജസ്റ്റ് ഒരു ഊഹം പറയുന്നത് ജൂലൈ 2nd വീക്ക് ഓർ 3rd വീക്ക് ഈ ചർച്ചകളൊന്നും സമാധാനപരമായ രീതിയിലല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ ജൂലൈയിൽ റൗണ്ട്സ് 2 സ്റ്റാർട്ട് ചെയ്യും എന്ന രീതിയിലാണ് ഇവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ സംസാരിക്കുന്നത്. നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴും പ്രതീക്ഷയാണ് ഇത് വീണ്ടും തിരിച്ചു വരും, ഇത് ജസ്റ്റ് ഒരു പോസ് മാത്രമാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ മെച്ചപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി ആയിരിക്കാം കൂടി ഈ ഒരു ബ്രേക്ക് എടുത്തതെന്ന് നമുക്ക് കരുതാം.
എന്തായാലും വളരെ നന്ദി. സിനി ആണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഇപ്പോഴത്തെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത്.